ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയും കൂട്ടരും കൂടി ദക്ഷിണ ദിശയിലേക്ക് പോയി അവസാനം സമ്പാദ്യമൊക്കെ കണ്ട് ദേവി ലങ്കയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനിയുള്ള പ്രശ്നം ഈ സമുദ്രത്തെ തരണം ചെയ്ത് ആര് ലങ്കയിലെത്തും എന്നുള്ളതാണ്. ആദ്യം ദേവി എവിടെയാണെന്ന് അറിയാതെ എന്തു ചെയ്യണം എന്നറിയാണ്ട് പ്രായോപവേശത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ആയിരുന്ന ഈ കവികൾക്ക് അല്പമൊരാശ്വാസമായത് ദേവി എവിടെയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം, ആരാണ് ഈ സമുദ്രത്തെ കടക്കുക? വലിയ ചർച്ചയായി, ആര് കടക്കും? അങ്ങനെ വാനരന്മാരൊക്കെ കൂടി ഓരോരുത്തർ പറയാൻ തുടങ്ങി തങ്ങൾക്ക് എത്ര ദൂരം ചാടാൻ പറ്റും. 100 യോജനയാണ് വിസ്തൃതി. ആ 100 യോജന ചാടിക്കടന്ന് അപ്പുറം പോയി തിരിച്ചു വരണം. ആ 100 യോജന തിരിച്ചു ചാടണം. അതിന് ബലമുള്ളത് ആർക്കാണെന്ന് ചോദ്യമായി. അങ്ങനെ കൂട്ടത്തിൽ ഒരു വാനരൻ പറഞ്ഞു 10 യോജന ചാടാം. ഒരു വാനരൻ പറഞ്ഞു 20 ചാടാം. മറ്റൊരാൾ പറഞ്ഞു 40 യോജന ചാടും. ഒരാൾ 60 യോജന പറഞ്ഞു. അന്യൻ 90 യോജന. അവസാനം ജാമ്പവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, ഈ കാലത്തല്ല ചെറുപ്പകാലത്ത്, സാക്ഷാൽ ത്രിവിക്രമനായിട്ടുള്ള വാമനമൂർത്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാലടികൾ കൊണ്ട് അളന്നപ്പോൾ വലിയ പെരുമ്പറയും കൊട്ടി അദ്ദേഹത്തിന് ചുറ്റും 21 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ചില്ലറക്കാരനല്ല. പക്ഷെ ഇപ്പോഴും പ്രായാധിക്യം കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് അപ്പുറം പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ പ്രായം കുറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കവികൾ ആരെങ്കിലും സന്നദ്ധരായിട്ട് വരണം. അപ്പോഴവസാനം അങ്കദം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകും, സംശയമില്ല. 100 യോജന ഞാൻ എന്തായാലും ചാടി കടക്കും. പക്ഷേ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ടിരിക്കുക. അവസാനം ജാമ്പവാൻ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി. ഹനുമാൻ സ്വാമി മാത്രം അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഒരാൾ മാത്രം ഒന്നും പറയാണ്ട് മാറി നിൽക്കുക. ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? ഹനുമാൻ സ്വാമി പറഞ്ഞു. ജാമ്പവാൻ ഹനുമാൻ സ്വാമിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും പറയാത്തത്? ഈ കൂട്ടത്തിൽ ഈ ദൂരം ചാടിക്കടക്കാൻ ആർക്കെങ്കിലും കഴിയെങ്കിലും അത് നിനക്ക് മാത്രമാണ്. തൻ്റെ ശക്തികളെ പറ്റിയിട്ട് ബലത്തെ പറ്റിയിട്ട് ഹനുമാൻ സ്വാമി മറന്നിരിക്കുക. ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ചെറുപ്പത്തിൽ ആ ജനിച്ചു വീണ സമയത്ത്, ഉണ്ണിയായിരിക്കണ സമയത്ത് സൂര്യനെ കണ്ടിട്ട് പഴമാണെന്ന് കരുതിയിട്ട് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവനാ നീ. ആ സമയം ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ പ്രഹരമേറ്റിട്ട് നീ മരണപ്പെട്ടു. താടിക്ക് വജ്രത്തിൻ്റെ പ്രഹരമേറ്റതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര്. ഹനു എന്ന് വെച്ചാൽ താടി. അപ്പോൾ ദേവന്മാർ മുഴുവൻ വന്ന് നിനക്ക് വരലാഭങ്ങൾ തന്നു. അങ്ങനെയുള്ള സർവ്വസിദ്ധികളുടെയും അധിപനായിട്ടുള്ള നീ എന്ത് ചെയ്യണം? ഈ സാഗരത്തെ കുറുകെ കടന്നിട്ട് ദേവിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരിക. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുക. അതിനുവേണ്ടിയാണ് ഭഗവാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവസാനം ഹനുമാൻ സ്വാമിക്ക് ആത്മവിശ്വാസം വന്നു. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ കഴിവുകൾ, സിദ്ധികൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റൊരാളുടെ ആവശ്യമുണ്ടാവും. ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് അസാധ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഉണർത്തുക. ആ ഹനുമാൻ സ്വാമി മഹേന്ദ്രഗിരിയിൽ ഉദ്ധത ശരീരനായിട്ട് ആകാശം മുട്ട വളർന്നിട്ട് കൂടെ നിൽക്കുന്ന കവികളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. ഇന്നോ നാളെയോ ദേവിയെ കണ്ട് ആ രാവണനെയും കൊണ്ടുപോകണമെങ്കിൽ തിരിച്ചു വരും, ഒരു സംശയമില്ല. ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു ഉയർന്ന അവസ്ഥയാണ് നമ്മളവിടെ കാണുക. അത് അഹങ്കാരമല്ല. ഭഗവാനിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ഭഗവാനോടുള്ള തൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ഭക്തി, ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം. തൻ്റെ സിദ്ധിയിന്മേലുള്ള അഹങ്കാരമല്ല, താനുള്ള ബോധമല്ല, ശരീരബോധമല്ല, പരമമായിട്ടുള്ള ആനന്ദത്തെയാണ് അദ്ദേഹം തൻ്റെ ഊർജ്ജമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ ഹനുമാൻ സ്വാമി കൂടെ നിൽക്കുന്ന വാനരന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം ഒന്നുകൊണ്ട് മാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജനന മരണ സാഗരങ്ങളെ കടക്കുന്നുണ്ട്. ഏറ്റവും വലിയ സാഗരം എന്ന് പറഞ്ഞാൽ ഈ മുന്നിൽ കാണുന്നൊന്നുമല്ല, ജനന മരണങ്ങളുടെ ഈ സാഗരമാണ്. എല്ലാ പ്രാണനും സർവ്വ ചരാചരങ്ങളും വീണുടലുന്ന ഈ സാഗരമാണ് ഏറ്റവും വലിയ സാഗരം, ജനന മരണങ്ങളുടെ സംസാര സാഗരം. അതിനെ കടക്കാൻ വേണ്ടിയിട്ട് രാമ എന്നുള്ള 2 അക്ഷരം മാത്രം മതി. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ നാമം കൊണ്ട് സാഗരത്തെ കടക്കുന്നുണ്ട്, ഈ വലിയ സാഗരത്തെ. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതനായിട്ടുള്ള എനിക്ക് നിസ്സംശയം സാഗരം കടന്ന് ദേവിയെ പറ്റിയുള്ള വൃത്താന്തം അറിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. ഹനുമാൻ സ്വാമിയുടെ ഈ കർമ്മകുശലതയ്ക്ക് മുന്നിൽ, സമ്പൂർണ്ണ സമർപ്പണത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.